എഴുതിയിട്ടുണ്ടായിരുന്നു. പലരും എന്തുകൊണ്ട് അച്ഛൻ എഴുതിയെന്ന് ചോദിച്ചില്ല. കാരണം അവർക്ക് തന്നെ അറിയാം നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഒത്തിരി ഭക്തിയുള്ള, അതിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുവാൻ തക്ക രീതിയിൽ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ് സഹോദരി എന്ന് പറയുക. ഈ സഹോദരി കൂടുതലായിട്ട് ഞാൻ നോട്ട് ചെയ്യപ്പെട്ടത് കാരണം നമ്മൾ കൂടുതലായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത് പ്രസിഡന്റ്, സെക്രട്ടറി, ഒഫീഷ്യൽസുമായിട്ടാണ്. പക്ഷേ ഒരു സിമ്പിൾ മെമ്പർ ആയിരുന്നുകൊണ്ട് തന്നെ ഇതൊക്കെ നോട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കർമ്മീത്ത സഭയുടെ കുട്ടിയും റീജിയൻ്റെ വാർഷിക നടത്തിയപ്പോൾ ഒരു പാട്ട് പാടിയായിരുന്നു. ആ പാട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് പാടി നമ്മുടെയുള്ള എല്ലാവരുടെയും തന്നെ കൈയടി ഏറ്റുവാങ്ങിക്കൊണ്ട്, പിന്നെ അതിനുശേഷം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴൊക്കെ അറിയാൻ സാധിച്ചത് കരിസ്മാറ്റിക് മറ്റ് എല്ലാ സംഘടനകളിലും നല്ല ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ് എന്നത്. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിത്വമാണ്. ഈ ഒരു വാക്ക് തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു. നാം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവരാണ്. തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ രാജ്യ പ്രഘോഷണത്തിനായിട്ട് ക്രിസ്തുവിന് വേണ്ടി പരിശുദ്ധ കർമ്മല മാതാവിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിത്വമാണ് ഈ സഹോദരി. അപ്പോൾ ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം ദുഃഖാവസ്ഥയിലാണെങ്കിൽ പോലും ക്രിസ്തീയ വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കുന്നത് കർത്താവിൻ്റെ പക്കലേക്കാണ് പോയത്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനായിട്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഒരു ആത്മാവ് കൂടിയുണ്ട് എന്നുള്ള ചിന്തയാണ് നമുക്ക് ലഭിക്കുക. തീർച്ചയായിട്ടും നാം ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ലോകത്തിലായിരുന്നപ്പോൾ മാനുഷികമായ കൃപകളാൽ ചെയ്തു പോയ സർവ്വ പാപങ്ങൾക്കും പൊറുതി നൽകിക്കൊണ്ട് തിരുവോദ്യത്തിലേക്ക് ഈ ആത്മാവിനെ ചേർത്തണമെന്നും ഈ ആത്മാവിൻ്റെ ആത്മശാന്തിക്കായി പരിശുദ്ധമായി